Chapter 4, Presentation of Data. Presentation of data, it is a process of presenting voluminous data collected through different statistical tools. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ആ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിന് 3 രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ, ടാബുലർ പ്രസൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതേക്കുറിച്ചൊന്ന് എഴുതുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടേബിളൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഇപ്പോൾ ഇൻ ടെക്സ്റ്റ് പ്രസൻറ്റേഷൻ ഡേറ്റ ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ഫോം ഓഫ് ടെക്സ്റ്റ്. വെൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ ഈസ് സ്മോൾ, ദിസ് ഫോം ഓഫ് പ്രസൻറ്റേഷൻ ഇസ് മോർ സ്യൂട്ടബിൾ. അതായത് ഡേറ്റയുടെ ക്വാണ്ടിറ്റി തീരെ കുറവാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഇപ്പം ഒരു 3-4 സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, എക്സാമ്പിളാണ് ഞാൻ പറയണേ, 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ 121 ക്രോർസ് ആയിരുന്നു. ഓഫ് വിച്ച് ഓൺലി 57 ക്രോർസ് വർ ഫീമെയിൽ. അതായത് അതിൽ 121 ക്രോർസിൽ 57 ക്രോർസ് ഫീമെയിൽ, 64 ക്രോർസ് മെയിലായിരുന്നു. അപ്പോൾ ഇതാണ് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് സെൻറ്റൻസ് പോലെ എഴുതുന്നതിനാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടാബുലർ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇനി ടാബുലർ പ്രസൻറ്റേഷൻ ഡേറ്റ്സ് ആർ പ്രസൻറ്റഡ് ഇൻ ടേബിൾസ്. ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ടാബുലർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെക്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ, റൂറൽ, അർബൻ. ഇപ്പോൾ റൂറലിൽ എത്രയാണ് പോപ്പുലേഷൻ, മെയിൽ എത്രയാണ്, ഫീമെയിൽ എത്രയാണ്. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ടേബിൾ പ്രസൻറ്റേഷനാണ്. വെറുതെ ടേബിളായിട്ട് കാണിക്കുന്നതിനാണ് ടാബുലർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു ടേബിളിന് പല പാർട്സ് ഉണ്ട്, അതാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ഇൻ ടാബുലർ പ്രസൻറ്റേഷൻ ഡേറ്റ ആർ പ്രസൻറ്റഡ് ഇൻ റോസ് ആൻഡ് കോളം. ഇപ്പോൾ ടേബിളിൽ റോയും ഉണ്ട്, കോളവും ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ടാബുലർ പ്രസൻറ്റേഷൻ ഈസ് that is used for further statistical calculation and decision making. അപ്പോൾ ടാബുലർ പ്രസൻറ്റേഷൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത് വീണ്ടും അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ടേബിൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സെക്സ് എടുത്തു, സെക്സ് മെയിൽ, ഇവിടെ ഫീമെയിൽ എടുത്തു. ഇനി റൂറൽ ഏരിയയിൽ എന്തോരമുണ്ട്, അർബൻ ഏരിയയിൽ എന്തോരമുണ്ട്, ടോട്ടൽ. ഇനി റൂറൽ ഏരിയയിൽ എത്ര മെയിൽ എത്ര ഫീമെയിൽ. ഇപ്പോൾ റൂറൽ ഏരിയയിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ ടേബിളാക്കി. ഇപ്പോൾ അതിന് ഒരു ഫിഗർ കൊടുത്തു, 57 ക്രോർസ്, 30 ഫീമെയിൽ, 30 ക്രോർസ്. ഇങ്ങനെ നമ്മൾ ടാബുലർ പ്രസൻറ്റേഷന് കൊടുക്കുന്നു. ഇനി ഈ ടേബിളിന് പല പാർട്സ് ഉണ്ട്. ദർ ആർ 8 ഫങ്ഷണൽ പാർട്സ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഒരു ടേബിളിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം ഒരു ടേബിളിന് ടേബിൾ നമ്പർ കാണും. ഇപ്പോൾ പുസ്തകത്തിൽ നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ പുസ്തകം എടുത്താൽ അറിയാം, ഏത് പുസ്തകം എടുത്താലും അറിയാം, അതിലെന്തെങ്കിലും ടേബിൾ കാണാം. ടേബിളിന് നമ്പർ കാണും, ആ ടേബിളിന് ടൈറ്റിൽ കാണും. പിന്നെ ഓരോ ക്യാപ്ഷൻ അല്ലെങ്കിൽ ഓരോ കോളത്തിനും ഓരോ ഹെഡിങ് കാണും. ഓരോ കോളത്തിനും ഓരോ ഹെഡിങ് കാണും. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളത്തിൻ്റെ ഹെഡിങ് ആണ് വർക്കേഴ്സ്. ഇപ്പോൾ നമ്മൾ എന്ത് സ്റ്റഡിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ടേബിളിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് വരുന്നത്. സ്റ്റബ്സ് ഓർ റോ ഹെഡിങ്, അതായത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് ക്യാപ്ഷൻ, അതായത് കോളം ഹെഡിങ്. ഇവിടെ വരുന്നതാണ് റോ ഹെഡിങ്, ഇവിടെ റോ ഹെഡിങ്. അപ്പോൾ ഇത് കോളം ഹെഡിങ്, ഇത് ഇങ്ങനെ വരുമ്പോൾ കോളം ഹെഡിങ്, ഇത് റോ ഹെഡിങ്. ഇനി ബോഡി ഓഫ് ദ ടേബിൾ. അപ്പോൾ ബോഡി ഓഫ് ദി ടേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ ടേബിളിൻ്റെ അകത്തെ ഫിഗറാണ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ഷോസ് ദ യൂണിറ്റ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ദി ഫിഗേഴ്സ് ഇൻ ദ ടേബിൾ.
അതായത് ഇറ്റ് ഷോസ് ദ യൂണിറ്റ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ദ ഫിഗർ ഇൻ ദ ടേബിൾ. എന്ത് യൂണിറ്റാണ്, ഇപ്പോൾ ക്രോർസ് ആണോ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലാക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ പോപ്പുലേഷൻ ആണെങ്കിൽ 17 lakhs ആണോ അതെയോ 17 crores ആണോ, അപ്പോൾ അതാണ് യൂണിറ്റ്. സോഴ്സ് ഇറ്റ് കണ്ടെയ്ൻ ദി സോഴ്സ് ഓഫ് ദി ഡേറ്റ പ്രസൻറ്റഡ് ഇൻ ദ ടേബിൾ. അതായത് ഇതിൻ്റെ സോഴ്സ് ഈ ടേബിൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെയാണ്. ഇപ്പോൾ സെൻസസ് ആണെങ്കിൽ ഇപ്പം ഈ ഒരു ടേബിൾ സെൻസസ് ഓഫ് ഇന്ത്യ 2001 ആ 2001 എടുത്ത സെൻസസിൽ നിന്ന് എടുത്ത ടേബിളാണ്. അങ്ങനെ ഒരു സോഴ്സ് നമ്മൾ കൊടുക്കണം. നോട്ട് ഇറ്റ് ഗീവ്സ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദി ടേബിൾ. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് നോട്ടിൽ വരും. ഇനി ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ദിസ് ഇസ് ദ തേർഡ് വേ ഓഫ് പ്രസൻറ്റേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ക്വിക്കസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആക്ച്വൽ സിറ്റുവേഷൻ. ഇത് പെട്ടെന്ന് ഒരു ഡയഗ്രം നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഡയഗ്രം മേ ബി ലെസ് ആക്യുറേറ്റ് ബട്ട് ആർ മോർ ഇഫക്റ്റീവ് ദാൻ ടേബിൾ ഇൻ പ്രസൻറ്റിംഗ് ദ ഡേറ്റ. There are various kinds of diagram. Among them, important one are the following. അപ്പോൾ ഡയഗ്രാം പ്രധാനമായിട്ട് 3 തരത്തിലാണ്. ഒന്ന് ജോമെട്രിക് ഡയഗ്രാം, 2 ഫ്രീക്വൻസി ഡയഗ്രാം, 3 അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഏതാണ് ജോമെട്രിക് ഡയഗ്രാം? ജോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഡയഗ്രാംസ് ആണ് ഉള്ളത്. പക്ഷേ ജോമെട്രിക് ഡയഗ്രാം 1, 2, 3, 4 തരത്തിലുണ്ട് ജോമെട്രിക് ഡയഗ്രാം. ഇപ്പോൾ ജോമെട്രിക് ഡയഗ്രാം 4 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 1 സിമ്പിൾ ബാർ ഡയഗ്രാം, 2 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, 3 കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം, 4 പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജോമെട്രിക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ 4 തരത്തിലുണ്ട്. 1 സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇറ്റ് കംപ്രൈസസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് equispaced and equiwidth rectangular bars for each class of data. Height of the bar reads the magnitude of data. ഇപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ഓൺലി 1 വേരിയബിൾ. ഏതെങ്കിലും ഒരു വേരിയബിൾ കാണിക്കാൻ വേണ്ടിയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇഫ് നോ ഓർഡർ ഈസ് ഗിവൺ ഇറ്റ് ഈസ് ബെറ്റർ ടു പ്ലേസ് ദം ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഈ പറയുന്ന ബാർ ഡയഗ്രാം നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സിമ്പിൾ ബാർ ഡയഗ്രാം ഇപ്പോൾ ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ എടുത്തു, എന്തെങ്കിലും പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ 1970, 80, 80, 90, 2000. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ 100, 200, 300, 400 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 1970 100 crores ആയിരുന്നു പ്രൊഡക്ഷൻ. കുറച്ചും കൂടെ കൂടി, 80 കുറച്ചും കൂടെ കൂടി, 90 കുറച്ചും കൂടെ കൂടി, 2000 ആയപ്പോൾ വീണ്ടും കൂടി. ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ 2 ബാറും തമ്മിൽ അടുപ്പം ഉണ്ടാവില്ല. അതായത് ഇത് ഓരോ വർഷത്തെയും ബാറ് അതിന് കൃത്യമായിട്ടുള്ള വിഡ്ത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ദ ലോവർ എൻഡ് ഓഫ് ദി ബാർ ടച്ചസ് ദ ബേസ് ലൈൻ സച്ച് ദാറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ബാർ സ്റ്റാർട്ട്സ് ഫ്രം ദി 0 unit. The bar diagram is one-dimensional diagram since length only is important. അതിൻ്റെ ലെങ്ത്തിനാണ് പ്രാധാന്യം. ഇത് അപ്പോൾ ഓരോ വർഷത്തെയും പ്രൊഡക്ഷൻ കൂടിയോ കുറഞ്ഞോ എന്നാണ് നമുക്ക് ഈ ബാർ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ 2000 ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്ന വർഷമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് 2 or more സെറ്റ്സ് ഓഫ് വേരിയബിൾ. 2
അല്ലെങ്കിൽ 3 ടൈപ്പ് വേരിയബിൾ കമ്പയർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പയറിങ് ഇൻകം, എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ ഇത് 3 കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇപ്പോൾ നമ്മളൊരു ഡേറ്റ ഉപയോഗിച്ച് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇപ്പോൾ 1970, 1980, 1990, 2000 ഇവിടുത്തെ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ 1970, 80, 90, 100. അപ്പോൾ ഇവിടെ 100, 200, 300 ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1970 എക്സ്പോർട്ട് എന്ന് പറയുന്നത് 73 ആണെങ്കിൽ അത് ഇത്ര വരുന്നുള്ളൂ. ഇനി ഇമ്പോർട്ട് 70 ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് താഴെ വരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി 80 എക്സ്പോർട്ട്, ഇവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ് y ആക്സിസിൽ കാണിക്കുന്നത്. 80 ആണ് എക്സ്പോർട്ട്, 72 ആണ് ഇമ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഇനി 90 85 ആണ് എക്സ്പോർട്ട്, 85. അപ്പോൾ ഇങ്ങനെ ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ 2 അതിലധികമോ വേരിയബിൾ കാണിക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കും. ഇനി കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം. It is also called sub-divide bar diagram. It is very useful in comparing the size of different parts of data. Component bar diagram ഇതിന് പറയുന്ന വേറൊരു പേര് സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ കമ്പയറിങ് സൈസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഡേറ്റ. ഇതിനും നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡ്രോ എ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം. ഇയർ 81, 91, 2001. ഇവിടെ 81, 91, 2001 ഇങ്ങനെ വർഷം എടുക്കുന്നു. ഇനി നമ്മൾ അവിടുത്തെ മെയില് ഫീമെയിൽ ടോട്ടൽ പോപ്പുലേഷൻ കമ്പയർ ചെയ്യാനാണ്. ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോൾ ഇവിടെ നമുക്ക് 10, 20, 30, 40, 50 ഇത്ര എടുത്തു. ഇപ്പോൾ നമ്മൾ മെയില് ഫീമെയില് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35 ആണ്. ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ 10, 20, 30, 35 ആണ് ടോട്ടൽ പോപ്പുലേഷൻ എങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ 81 ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35 ആണ്. ഇതിൻ്റെ അകത്ത് 25 എന്ന് പറയുന്നത് മെയിലാണ്. 25 എന്ന് പറയുന്നത് മെയിൽ. ബാക്കി 10 ഫീമെയിലാണ്. അപ്പോൾ ടോട്ടലായിട്ടൊരു ബാറ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നു. ഇനി 91 ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ഇവിടെ വരെ വരും 50. അതിൻ്റെ അകത്ത് 50 30 മെയിലാണെങ്കിൽ ഇവിടെ ഇത്രയും 30 മെയിലും പിന്നെ ബാക്കി ഇത് 30, ബാക്കി 20 ഫീമെയിലുമാണ്. അപ്പോൾ ടോട്ടൽ 50. ഇങ്ങനെയാണ് കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നത്. അടുത്തത് പൈ ഡയഗ്രാം. എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സർക്കിൾ. ഇതൊരു സർക്കിളാണ്. whose area is proportionally divided among components. It is also called pie chart. ഇപ്പോൾ പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ എ പൈ ഡയഗ്രാം ഇസ് ഓൾസോ എ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം. എ സർക്കിൾ ബ്രോക്കൺ ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ പൈ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് ഇത് റൗണ്ടിലാണ് ഇരിക്കുന്നത്. പൈ ഡയഗ്രാം റൗണ്ടിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് എ സർക്കിളാണ്. ഇത് സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി പാർട്സ് as they are
കമ്പോണൻസ് ബൈ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഇപ്പോൾ ഡ്രോ എ പൈ ഡയഗ്രാം ഓൺ ദി ബേസിസ് ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ്, എഡ്യൂക്കേഷൻ, അതേഴ്സ്. ഇപ്പോൾ ഓരോന്നിനും ഒരു പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ 62% ആണെങ്കിൽ 62% ആണ്. 62 × 3.2 നമ്മളതിനെ ഡിഗ്രി ആക്കണം. എന്നാലാണ് ഡിഗ്രി ആക്കിയാൽ ഇപ്പോൾ ഒരു പൈ ഡയഗ്രത്തിൻ്റെ മൊത്തം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 62 ഇത് നമ്മൾ ആംഗിൾ ആക്കണമെങ്കിൽ നമ്മൾ 3.6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഒരു പൈ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇത്രയും പാർട്ട് എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കി, ഇത്രയും പാർട്ട് ഹൗസിങ് വീട് പണിയാനും, ബാക്കി ക്ലോത്തിങ്, പിന്നെ ബാക്കിയുള്ളത് അതേഴ്സ് മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഫുഡ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരു ഡയഗ്രത്തെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഡയഗ്രാം. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഏതൊക്കെയാണുള്ളത്? ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്. ഇങ്ങനെ 4 ആണ് ഉള്ളത്. ഇപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ ഡയഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇത് 2 ഡയമെൻഷണൽ ഡയഗ്രമാണ്. It represents a continuous frequency distribution. It is helpful in locating mode. അപ്പോൾ ഫ്രീക്വൻസി ഇത് ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ്? ബാർ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോഗ്രാം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ മോഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിഗറാണ് മോഡായിട്ട് വരുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് ഹിസ്റ്റോഗ്രാം ഇറ്റ് റെപ്രസെൻറ്റ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ക്യാൻ ഹെൽപ്ഫുൾ ഇൻ ലൊക്കേറ്റിംഗ് മോഡ്. ഇനി ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. As there are 2 types of cumulative frequencies, they are less than or more than cumulative frequencies. An interesting feature of the 2 ogives together is that there is intersection point, അത് മീഡിയൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കർവിന് മോർ ദാൻ ഒജീവും ഉണ്ട്, ലെസ് ദാൻ ഒജീവും ഉണ്ട്. അപ്പോൾ അത് കൂടി വരുന്നത് ഇങ്ങനെ വരും, മോർ ദാൻ ഒജീവ്. ഇനി ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്നതാണ് മീഡിയൻ ഇതിൻ്റെ നടുക്ക് വരുന്ന പോയിൻ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒജീവ്സ് കാണാനായിട്ട് നമ്മൾ മോർ ദാൻ മാർക്കും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കാണണം. അപ്പോൾ എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യണം, ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യണം. ഇപ്പോൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5, 12, 14, 10, 8 ഫ്രീക്വൻസി. ഇനി ഇതിൻ്റെ മോർ ദാൻ മാർക്സ് ogives more than ogives or cumulative frequency. Next is frequency polygon. Frequency polygon എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്ലെയിൻ ബൗണ്ടഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഞാൻ ഇത് ഒരു പ്രോബ്ലം കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ. ഇതിൻ്റെ അകത്ത് എഴുതി പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഞാനൊരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്. ഇറ്റ് ഈസ് എ പ്ലെയിൻ ബൗണ്ടഡ് സ്ട്രെയിറ്റ് ലൈൻ, യൂഷ്വലി 4 or more lines. It can be construct with or without constructing of a histogram. അപ്പോൾ ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്. അത് രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്
വരയ്ക്കുന്നത്. ഒന്ന് വെറുതെ കർവായിട്ട് വരയ്ക്കുന്നു, മറ്റേത് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഇത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടും വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനി ഫ്രീക്വൻസി കർവ്. The frequency curve is obtained by drawing a smooth freehand curve passing through the points of the frequency polygon and close as possible. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡയഗ്രം എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. ഒന്ന് ഹിസ്റ്റോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒജീവ്സ് ഉണ്ട്. അത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ഒജീവ്, മോർ ദാൻ ഒജീവ് വരച്ചിട്ട് അതിൻ്റെ നടുക്കുന്ന ലൈൻ വരയ്ക്കുമ്പോൾ മീഡിയം കിട്ടും. ഫ്രീക്വൻസി പോളിഗണും ഉണ്ട്, ഫ്രീക്വൻസി കർവും ഉണ്ട്. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുമ്പോൾ സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കർവായിട്ട് വരയ്ക്കും. ഇനി ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാർ ഡയഗ്രത്തിലെ വിഡ്ത്ത് ആർ സെയിം. ബാർ ഡയഗ്രത്തിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, വിഡ്ത്ത് മേ ബി ഡിഫർ ആയിരിക്കും ഹിസ്റ്റോഗ്രാം. സ്പേസ് ഇസ് ലെഫ്റ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബാർ. സ്പേസ് ഉണ്ടായിരിക്കും 2 ബാറിനിടയിൽ. ഹിസ്റ്റോഗ്രാമിൽ സ്പേസ് ഉണ്ടായിരിക്കില്ല. ഡ്രോൺ ഫോർ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിനും കണ്ടിന്യൂസ് വേരിയബിളിനും ബാർ ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. പക്ഷേ ഹിസ്റ്റോഗ്രാം കണ്ടിന്യൂസ് വേരിയബിളിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1, 2, 3, 4, ഇപ്പോൾ ഫ്രീക്വൻസി 2, 4, 6, 8 ഇതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. പക്ഷേ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ടായിരിക്കും 0 to 5, 5 to 10, 10 to. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിന് മാത്രമാണ് ഹിസ്റ്റോഗ്രാം പറ്റുള്ളൂ, മറ്റേതിന് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിളിന് പറ്റും. നോട്ട് ഹെൽപ്പ് ഫോർ ഡിറ്റർമിൻ എനി ആവറേജ്. ഹെൽപ്പ് ടു ഡിറ്റർമിൻ എനി ആവറേജ്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹെൽപ്പ് ടു ഡിറ്റർമിൻ മോഡ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വെച്ച് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.